പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ രോഗം രോഗിയുടെ മാത്രം ബാധ്യതയല്ല, അത് സമൂഹത്തിന്റെ കൂടിയാണ്. അതാണ് അതിന്റെ ആപ്തവാക്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഈ രംഗത്ത് നമുക്ക് നമ്മുടേതായ പങ്ക് വഹിക്കണം എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഹെൽത്ത് നമ്മള് മെക്സവൻ അതിന് അവസരത്തിനൊത്ത് ഉയരുകയാണ്. മെക്സവൻ അവസരത്തിന് ഉയരാന്ന് പറഞ്ഞാൽ നമ്മളെ അംഗങ്ങൾ അത് നമ്മുടെ ബാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇതൊരു അത്ഭുതകരമായ ഒരു സംഖ്യ എന്ന് പറയുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മൾ എന്ത് കൊടുക്കുന്നതോ ഈ ഒരു പ്രവർത്തനത്തിന്റെ മുന്നോട്ട് പോക്കിനെ സ്വാധീനിക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഇക്കൊല്ലത്തെ അതിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ സംതൃപ്ത പരിചരണം എല്ലാവരുടെയും അവകാശം ഉണ്ടാകും. നമ്മളെ അടിസ്ഥാന അവകാശം എങ്ങനെ കിടപ്പിലായ അതായത് നമ്മുടെ സമൂഹത്തിലുള്ള വേദന അനുഭവിക്കുന്ന രോഗികളുടെ അവകാശമാണ് സംതൃപ്തമായ പരിചരണം എന്നുള്ളത്. അതാണ് ഇക്കൊല്ലത്തെ അതിന്റെ സന്ദേശം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു പരിചരണം, ഈ സാന്ത്വനം, വേദനാ നിവാരണം ഇത് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള നമ്മുടെ ഈ ക്ലബ്ബുകളുടെ ഹെൽത്ത് ക്ലബ്ബുകളുടെ അല്ലെങ്കിൽ എല്ലാ കൂട്ടായ്മകളുടെയും ഉത്തരവാദിത്വമാണ്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ സ്കൂളുകൾ ഒരാഴ്ച കഴിഞ്ഞ 8-ാം തീയതി മുതൽ 15-ാം തീയതി വരെ കൊണ്ടോട്ടി പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ബോധവൽക്കരണ വിഭവ ധനസമാഹരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അപ്പൊ അതില് ഏതായാലും ഈ മെക്സവനും വളരെ സജീവമായി പങ്കെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. അതായത് ഈ സംഖ്യ പറയാൻ പാടില്ല എന്നാണ്. 33,333 രൂപ എന്ന് പറയുന്നത് എനിക്കൊന്നത് വളരെ, കാരണം അത് പ്രതിഫലിപ്പിക്കുന്നത് ഈ മെക്സവിന്റെ വളർച്ചയ്ക്ക് ആനുപാതികമായ ഒരു സംഖ്യയാണത്. അതായത് മെക്സവൻ എന്താ പറയാ, കഴിഞ്ഞ തവണ നേരത്തെ പറഞ്ഞു ഒരു സംഖ്യ പറഞ്ഞു. പക്ഷെ അന്നത്തെ മെക്സവനല്ല ഇന്ന് മെക്സവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പ്രതിഫലനം നമ്മുടെ ഈ ഡൊണേഷനിലും അത് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മെക്സവൻ അംഗങ്ങളായ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. നമ്മുടെ കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ അതിന്റെ ഭാഗമാകുകയാണ്. ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. ഈ ഒരു ഇതിനോട് സഹകരിച്ച നിങ്ങളെ ഓരോരുത്തരെയും, കാരണം ഞാനും അതിന്റെ അംഗമായതുകൊണ്ട് നമ്മൾ ഓരോരുത്തരോടും നമ്മളുടെ അതിനുള്ള പങ്കെടുത്തതിനുള്ള വിജയിപ്പിച്ചതിനുള്ള കടപ്പാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ